അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് ശഅബാൻ 9. ഇനിയും ഈ മാസത്തിൽ 20 21 ദിവസങ്ങളെ ബാക്കിയുള്ളൂ. കഴിഞ്ഞ വർഷങ്ങളിൽ നോമ്പ് കടമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ഈ മാസത്തിൽ തന്നെ നോറ്റ് വീട്ടേണ്ടതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എനിക്ക് കടമുള്ള നോമ്പുകൾ ശഅബാൻ മാസത്തിലെ നോറ്റ് വീട്ടാൻ സാധിക്കുമായിരുന്നു, അങ്ങനെയായിരുന്നു ഞാൻ നോറ്റിരുന്നത് എന്ന്. ഷാബാന്റെ അവസാനത്തോടു കൂടി അതിൻ്റെ സാധ്യതയും അവസാനിക്കുകയാണ്. നോമ്പ് നോറ്റ് വീട്ടാൻ വളരെ പ്രയാസമുള്ളവർ, വയസ്സ് വർദ്ധിച്ചതിൻ്റെ പേരിൽ ശാരീരികമായി ഒരു നിലക്കും ഇനിയും നോമ്പെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ളവർ, അതേപോലെ തന്നെ നിത്യരോഗികളായ ആളുകൾ, അവർക്ക് നോമ്പ് അനുഷ്ഠിക്കുക സാധ്യമല്ലാതെ ആയിത്തീർന്നിരിക്കുകയാണ്. അത്തരം ആളുകൾ ഒരു ദിവസത്തെ നോമ്പിന് ഒരു മിസ്കീന്, ഒരു ദരിദ്രന് ഭക്ഷണം നൽകുക എന്ന തോതിൽ ആ കാര്യം നിർവഹിക്കേണ്ടതാണ്. ഒരു ദിവസത്തെ നോമ്പിന് ഒരു മിസ്കീന് ഭക്ഷണം. അങ്ങനെയാകുമ്പോൾ മുഴുവൻ നോമ്പും കടമുള്ള ആളുകൾ 30 മിസ്കിന്മാർക്ക്, 30 ദരിദ്രർക്ക് ഭക്ഷണമായി നൽകുകയോ, അതല്ലെങ്കിൽ 30 ദിവസത്തേക്ക് കണക്കായി ഒരു ദരിദ്രനോ അല്ലെങ്കിൽ ഒന്നിലധികം ദരിദ്രന്മാർക്കോ നൽകിക്കൊണ്ട് നാം ആ കടം വീട്ടിയിരിക്കണം. അടുത്ത വർഷം വരാനിരിക്കുമ്പോൾ, അടുത്ത റമദാൻ വരാനിരിക്കുമ്പോൾ ഒരു കടവും ബാക്കിയാക്കി, ഒരു നോമ്പും ബാക്കിയാക്കി അടുത്ത കൊല്ലത്തെ സമീപിക്കാതിരിക്കുക. ഈ വർഷം തന്നെ വീട്ടാനുള്ള മുഴുവൻ നോൽക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്, നോറ്റ് വീട്ടുക. നോൽക്കൽ ഒരു നിലക്കും സാധ്യമല്ലാതെ വരുന്നുണ്ടെങ്കിൽ പണം കൊടുത്തുകൊണ്ട് ദരിദ്രന് ഭക്ഷണം നൽകിക്കൊണ്ട് ആ നോമ്പിൻ്റെ കടത്തിൽ നിന്ന് മുക്തി നേടുക. എല്ലാ നിലക്കും പുതിയൊരു മനസ്സുമായി പുതിയ റമദാനെ വരവേൽക്കാൻ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും നമുക്ക് എല്ലാ നിലക്കും വിജയം വരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.